വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 2 Pro ആണ്. ഈ ഫോണിൻ്റെ റാം 4GB ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 64GB ആണ്. കളറ് ബ്ലൂ ഓഷൻ ആണ്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ഫോണിൻ്റെ വില 9000 രൂപയാണ്. ഇനി നമുക്ക് ഫോണിൻ്റെ ബോക്സ് തുറന്നു നോക്കാം. സോ ഇതാണ് റിയൽമി 2 Proയുടെ ബോക്സ്. നമുക്ക് അത് തുറന്നു നോക്കാം. സോ ആദ്യമേ തന്നെ എല്ലാ ഫോണിലും കാണുന്ന പോലെ ഒരു ബോക്സാണ്. ആദ്യമേ ഒരു ചെറിയ ബോക്സ്. അതിനകത്ത് ഫോണിൻ്റെ ബാക്ക് കേസും ക്വിക്ക് ഗൈഡും വാറണ്ടി കാർഡും ആണുള്ളത്. ബാക്ക് കേസ് മെറ്റീരിയൽ സിലിക്കോണാണ്. ഇനി വരുന്നതാണ് നമ്മുടെ റിയൽമി 2 Pro. മാറ്റി വെക്കാം. ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് ഫോണിലേക്ക് വരാം. പിന്നെ വരുന്നത് ചാർജർ അഡാപ്റ്ററാണ്. അടുത്തതായി വരുന്നത് ചാർജിങ് കേബിളാണ്. സാധാ മൈക്രോ USB കേബിളാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഫോണിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ ഒരു വെച്ചിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇതാണ് റിയൽമി 2 Pro ഓഷൻ ബ്ലൂ. കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഡുവൽ ക്യാമറയാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറുണ്ട്. നമുക്കിനി ഫോണൊന്ന് ഓണാക്കി നോക്കാം. അത്യാവശ്യം നല്ല കമ്പനിയാണ് റിയൽമി. നമ്മൾ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അതിൽ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇനി നമുക്ക് ഒരു പാസ് കോഡ് ഇട്ട് കൊടുക്കാം. ഈ പാസ് കോഡ് ഫിംഗർ പ്രിൻ്റ് ഇടുന്നതിന് മുമ്പ് ഇടുന്നതാണ്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇടാം. നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് ലോക്ക് ആഡ് ചെയ്യാം. സോ നമ്മൾ ഫേസ് ലോക്കും ഇട്ടു. അടുത്ത നമുക്ക് പഴയ ഫോണിൽ നിന്ന് ഈ പുതിയ ഫോണിലോട്ട് ഡേറ്റ വല്ലതും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പ്ലാറ്റ്ഫോം കളർ വൈസ് ആണ്. ഇതാണ് റിയൽമി 2 Proയുടെ ഹോം സ്ക്രീൻ. ഇനി നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ സ്പീഡിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇനി ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ സ്പീഡിൽ അൺലോക്ക് ആവുന്നുണ്ട്.
ഈ ഫോണിൻ്റെ പ്രോസസ്സർ ഒക്ടാകോർ 660 AIE ആണ്. 1.95 ഹെർട്സ് പ്രോസസ്സറാണുള്ളത്. ഈ ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ 3500 mAh ലിയോൺ ബാറ്ററിയാണ്. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ 6.3 ഇഞ്ച് ഡ്യൂ ഡ്രോപ്പ് FHD ഫുൾ സ്ക്രീനാണ്. പിന്നെ ഇതിൻ്റെ OS എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 8.1 ആണ്, ഓറിയോയാണ്. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡുവൽ സിം 4G ആണ്. മൾട്ടി ടച്ച് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. സ്നാപ്ഡ്രാഗൺ 660 AIE ഒക്ടാകോർ ആണ്. ഈ ഫോണിൻ്റെ വാറൻറ്റി 1 ഇയർ ആണ്. അടുത്തത് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കാം. റിയർ ക്യാമറ ഡുവലാണ്. 16 മെഗാപിക്സൽ 2 മെഗാപിക്സലുമാണ്. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലുമാണ്. ഈ ഫോണ് സ്ലോമോ മോഡ് അവൈലബിൾ ആണ്. ഇത് റിയർ ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. ഇത് ഫ്രണ്ട് ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. ഇത് പോർട്രേറ്റ് മോഡിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. പിന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എക്സ്പാൻഡബിൾ മെമ്മറി നമുക്ക് യൂസ് ചെയ്യാം. അതായത് മെമ്മറി കാർഡൊക്കെ ഇടാൻ പറ്റുന്ന സ്ലോട്ടുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. OTG സപ്പോർട്ടബിൾ ആണ്. FM ഇല്ല. പിന്നെ ഈ ഫോണിൻ്റെ വേരിയൻറ്റ് 4GB 64GB 6GB 64GB 8GB 128GB ആണ് വേരിയൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സിം സ്ലോട്ട് ഒന്ന് തുറന്നു നോക്കാം. സിം ഇജക്ഷൻ പിന്നും ഫോണിൻ്റെ ബോക്സിനകത്തുണ്ട്. ഡുവൽ നാനോ സിം ഇടാൻ പറ്റും. പിന്നെ ഒരു മൈക്രോ SD കാർഡും ഇടാൻ പറ്റും. ഇനി ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയറും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.